നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കിഴക്കൻ മേഖലയിലെ വൃക്ക രോഗികൾക്ക് ആശ്വാസമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് നാടിന് സമർപ്പിച്ചു. തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന MP NK പ്രേമചന്ദ്രൻ. പുനരുദ്ധാരണത്തിന് ശേഷം പാലം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി വന്നാൽ MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നും പ്രേമചന്ദ്രൻ. ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയാവും തന്റെ പ്രാദേശിക വികസന ഫണ്ടിന്റെ വിനിയോഗമെന്ന് NK പ്രേമചന്ദ്രൻ. വികസനത്തിൽ രാഷ്ട്രീയ സങ്കുചിതത്വം വേണ്ടെന്നും പ്രേമചന്ദ്രൻ. ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടി വിളക്കുടി മേലില ഗ്രാമപഞ്ചായത്തുകൾ. പ്രതിരോധ നടപടികൾക്കായി കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തുകളും നെട്ടോട്ടമോടുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള പനച്ചവിളയിലെ ഫാക്ടറിയിൽ തൊഴിലാളികൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. കുടിശ്ശിക ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ജൂൺ 10 നൽകാൻ ധാരണ. വാർത്തകൾ വിശദമായി. കിഴക്കൻ മേഖലയിലെ വൃക്ക രോഗികൾക്ക് ആശ്വാസമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് നാടിന് സമർപ്പിച്ചു. MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഞ്ജീവനി എന്ന പേരിലാണ് 8 ഡയാലിസിസ് യൂണിറ്റുകൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങുക. 3 യൂണിറ്റുകൾ കൂടി ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്ന് MP NK പ്രേമചന്ദ്രൻ പ്രഖ്യാപിച്ചു. പ്രാദേശിക വികസന ഫണ്ട് അനുവദിച്ചു കിട്ടിയിട്ടില്ല. കിട്ടുന്ന മുറയ്ക്ക് 3 മാസത്തിനകം ഇത് അനുവദിച്ചു നൽകാമെന്നും MP പറഞ്ഞു. ഇവിടെ ഇപ്പോൾ MLA സൂചിപ്പിച്ചത് 8, ഇനി അവശേഷിക്കുന്നത് 2 ഞാൻ കൊടുത്താൽ 1 കൊടുക്കാമെന്നാണ്. MLA അങ്ങനെ ഒരു ഔദാര്യം സഹായം വേണ്ട. 3 ഡയാലിസിസ് യൂണിറ്റും ഈ വർഷത്തെ ആദ്യത്തെ ഫണ്ടിൽ നിന്ന് തന്നെ അനുവദിക്കാം. MLAയുടെ ഫണ്ട് മറ്റേതെങ്കിലും പർപ്പസ്. അതുകൊണ്ട് അതിന്റെ നടപടികൾ ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും അടിയന്തരമായി സ്വീകരിച്ചാൽ ഫണ്ട് അനുവദിച്ചു വന്നിട്ടില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആദ്യത്തെ ഗഡുവിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കി കഴിയുമെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ 11 ഡയാലിസിസ് യൂണിറ്റോട് കൂടി ചേർന്ന മെഷീനും കൂടി ചേർന്ന ഡയാലിസിസ് യൂണിറ്റായി ഒരേ സമയം 11 രോഗികൾക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയുന്ന വിപുലമായ ഒരു കേന്ദ്രമായി, സംരംഭമായി ഇതിനെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് തീർച്ചയായും ലഭ്യമാക്കുമെന്ന് ആവർത്തിച്ച് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മാനവിക സേവനത്തിന്റെ ഉദാത്തമായ ഉദാഹരണവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖലയുമാണ് ആതുര ശുശ്രൂഷ എന്ന് MP ചൂണ്ടിക്കാട്ടി. മാനവിക സേവനത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ് ആതുര ശുശ്രൂഷ മേഖല എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കറിയാം, പണം ചെലവഴിച്ച് ചികിത്സ നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും ബൈപ്പാസ് സർജറി ആയാലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ മാരകമായ രോഗങ്ങൾ കണ്ടിപ്പെട്ട് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ രോഗമെന്നത് തിരിച്ചറിഞ്ഞ് സ്വയം മരണം വരിക്കുന്ന, ഡിസ്ചാർജ് വാങ്ങി മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന നിരവധി രോഗികളുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ തീർച്ചയായും അവരെ സംരക്ഷിക്കുക, അവരുടെ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെയും ബന്ധപ്പെട്ട ഗവൺമെന്റുകളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ചുമതലയാണ്. അഡ്വക്കേറ്റ് K. രാജു MLA അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. ഷാഹിർ ഷാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, DMO ഡോക്ടർ K. സലീല, റവറന്റ് ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് എപ്പിസ്കോപ്പ, KLDC ചെയർമാൻ ബെന്നി കക്കാട്, നഗരസഭാ വൈസ് ചെയർമാൻ S. ബിജു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയാവും തന്റെ പ്രാദേശിക വികസന ഫണ്ടിന്റെ വിനിയോഗമെന്ന് MP NK പ്രേമചന്ദ്രൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് MP ഫണ്ട് വിനിയോഗിക്കണം എന്നുള്ളതാണ് പൊതുനയമായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്, മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം, റോഡ്, തോട്, പാലം, അത്യാവശ്യം കെട്ടിടങ്ങൾ തുടങ്ങിയ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ മിക്കവാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പൊ വികസന പ്രക്രിയയെ സംബന്ധിച്ചും വികസന പരിപ്രേക്ഷ്യത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള പരിശോധന നടത്തുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ആര്, എത്ര എന്നതുകൂടി പരിഗണനാർഹമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്.
അതുപോലെ അതിന്റെ ദീർഘകാല ഭാവിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിയെ സംബന്ധിച്ച്, നിലനിൽപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രാദേശിക ഫണ്ട് വിനിയോഗിക്കണമെന്ന വിലയിരുത്തൽ അല്ലെങ്കിൽ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കാൻ തീർച്ചയായും ഞാൻ പ്രതിനിധീകരിക്കുന്ന സംവിധാനവും ഒക്കെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വികസനത്തിൽ രാഷ്ട്രീയ സംഘിതത്വം വേണ്ടെന്ന് MP NK പ്രേമചന്ദ്രൻ. പുനലൂരിൽ താലൂക്ക് ആശുപത്രിയുടെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതു ജനപ്രതിനിധികൾ നിറഞ്ഞ വേദിയിലായിരുന്നു MPയുടെ അഭിപ്രായ പ്രകടനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നണി മാറ്റത്തിന്റെയും വിജയത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷക്കാരായ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ പ്രതിനിധികളും അടങ്ങുന്ന വേദിയിലായിരുന്നു MPയുടെ സഹകരണാഭ്യർത്ഥന. വികസനോന്മുഖമായ കാര്യങ്ങളിൽ വിശാലമായ കാഴ്ചപ്പാട് തനിക്കുണ്ടാവും. പൊതുനന്മ ലക്ഷ്യം വെച്ചുള്ള കാര്യങ്ങളിൽ ലോക്സഭാംഗം എന്ന നിലയിൽ വിശാലമായ കാഴ്ചപ്പാട് സ്വീകരിക്കേണ്ടത് തന്റെ കടമയാണ്. മുന്നണി രാഷ്ട്രീയത്തിന് അതീതമാണ് വികസന കാഴ്ചപ്പാട്. രാഷ്ട്രീയത്തിലും നയത്തിലും മുന്നണികൾ തമ്മിൽ വ്യത്യാസമുണ്ടാവാം. എല്ലാ ജനപ്രതിനിധികളിൽ നിന്നും തിരിച്ചും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്ന് MP പറഞ്ഞു. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരടങ്ങുന്ന മിക്കവാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന നിയമസഭയുടെയും ഒക്കെ പ്രതിനിധികളടങ്ങുന്ന ഒരു വലിയ ജനപ്രതിനിധികളുടെ സംഗമ വേദി കൂടിയാണ് ഈ വേദി. ഇത്തരം കാര്യങ്ങളിൽ, വികസനോന്മുഖമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ സങ്കുചിതമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിനും മുന്നണി രാഷ്ട്രീയത്തിനും അതീതമായി വിശാലമായ പൊതുതാൽപര്യത്തോടുകൂടി അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായും പരിശ്രമിക്കുമെന്ന് കൂടി സാന്ദർഭികമായി ഈ സമ്മേളനത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും നയപരമായ നിലപാടിലെ വൈജാത്യവും ഒക്കെ വ്യത്യസ്തമാണെങ്കിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, ലക്ഷ്യം സമൂഹ നന്മയിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ സങ്കുചിതത്വങ്ങൾക്കപ്പുറത്ത് വിശാലമായിട്ടുള്ള പൊതുകാഴ്ചപ്പാടോടുകൂടി അതിനെ സമീപിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ പുനലൂർ മുനിസിപ്പൽ കൌൺസിലിനോടൊപ്പം, കൊല്ലം ജില്ലാ പഞ്ചായത്തിനോടൊപ്പം, പ്രിയപ്പെട്ട MLAയോടൊപ്പം, ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളോടൊപ്പം പാർലമെന്റ് അംഗം, ലോക്സഭാംഗം എന്ന നിലയിൽ തീർച്ചയായും എന്റെ സജീവമായ പങ്കാളിത്തവും നേതൃപരമായിട്ടുള്ള ഇടപെടലും ഉണ്ടാകുമെന്ന് കൂടി അവരുടെ സാന്നിധ്യത്തിൽ, ഈ അവസരത്തിൽ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ കൂടി സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും തത്തുല്യമായിട്ടുള്ള സഹകരണം, പങ്കാളിത്തം അവരുടെ ഭാഗത്തുനിന്ന് തിരിച്ചു ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. പാർലമെന്റ് അംഗം എന്ന നിലയിൽ ആദ്യം പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഒന്നാണിത്. സാന്ദർഭികമായാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നതെന്നും MP വ്യക്തമാക്കി. എല്ലാവരുടെയും സഹായം, സഹകരണം ഇത്തരം കാര്യങ്ങളിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇത്രയും പേരെ അഭിസംബോധന ചെയ്യാൻ ആദ്യം അവസരം കിട്ടിയത് കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവരുടെയും നിർലോഭമായിട്ടുള്ള സഹായം, സഹകരണം, ലോക്സഭാംഗം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ, സഹായം, സഹകരണം നിങ്ങളുടെ ആറ് ഭാഗത്തും ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് MP NK പ്രേമചന്ദ്രൻ. പുനരുദ്ധാരണത്തിനു ശേഷം പാലം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിവന്നാൽ MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം അസന്നിഗ്ധമായി ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുനലൂർ തൂക്കുപാലം അതിന്റെ സർവ്വപ്രതാപത്തോടും പ്രാവീണ്യത്തോടും കൂടി തന്നെ പുനർനിർമ്മിച്ച് സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായും സ്വീകരിക്കും. തൂക്കുപാലവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന പ്രക്ഷോഭങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പാലം പുനരുദ്ധാരണത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമത്തിലാണ് പുരാവസ്തു വകുപ്പ് മന്ത്രി KC ജോസഫും വനമന്ത്രി തിരുവഞ്ചൂരുമെന്ന് MP പറഞ്ഞു. പുരാവസ്തു വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഒരു ഏകോപിതമായ പ്രവർത്തനത്തിലൂടെ അടിയന്തരമായി ഇതിന്റെ പുനർനിർമ്മാണത്തിനാവശ്യമായുള്ള തടി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. പാലത്തിൽ പാകുന്നതിന് ആവശ്യമായ 100 ക്യൂബിക് മീറ്റർ കമ്പകത്തടിയിൽ പകുതി വനംവകുപ്പിന്റെ വിവിധ ഡിപ്പോകളിൽ ശേഖരിച്ചു കഴിഞ്ഞു. ഇവ പാലത്തിൽ എത്തിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സമാണ് നിലനിൽക്കുന്നത്. ഇത് ഉടൻ പരിഹരിക്കും. എസ്റ്റിമേറ്റ് പുതുക്കി നിർണ്ണയിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് MP പറഞ്ഞു. 2 സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന്, കിറ്റ്കോയാണ് ഇതിന്റെ ടെൻഡർ എടുത്തിട്ടുള്ളത്. എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് സംബന്ധിച്ച് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് കിറ്റ്കോയാണ്. ആ കിറ്റ്കോയുടെ ഭാഗത്തു നിന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം. കാരണം വനത്തിൽ നിന്നും ഡിപ്പോയിൽ നിന്നും ഇത് ഗവൺമെന്റ് അനുവദിച്ചാൽ പോലും എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് സൈറ്റിൽ കൊണ്ടുവരുന്നത് വരെയുള്ള ദൗത്യം
നിർഭാഗ്യവശാൽ കരാറിന്റെ ഭാഗമായി വന്നില്ല എന്ന സാങ്കേതികത്വമാണ് കിറ്റ്കോ ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ എസ്റ്റിമേറ്റ് കാലപ്പഴക്കം കൊണ്ട് അധികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അധികരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റിന്റെ തുകയ്ക്കുള്ള അനുമതി കൂടി സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ലഭിക്കണം. അത് ലഭിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി തന്നെ മന്ത്രിതല യോഗം ചേരണം. ആ യോഗം ചേരുന്നതിനാവശ്യമായിട്ടുള്ള സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പുനർനിർമ്മാണത്തിന് ശേഷം തൂക്കുപാലം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിവന്നാൽ MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നും NK പ്രേമചന്ദ്രൻ ഉറപ്പു നൽകി. പുനർനിർമ്മാണം കൊണ്ട് മാത്രം ഇത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള പാലത്തിന്റെ പുനർനിർമ്മാണത്തോടൊപ്പം തന്നെ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ, ആകർഷകമായ നിലയിൽ വരുന്നവർക്ക് വന്നിരിക്കാനും സായാഹ്ന സൗഹൃദങ്ങൾ പങ്കുവെക്കാനും കഴിയുന്ന നിലയിൽ കുറെ കൂടി ആകർഷകമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും ആലോചിക്കുന്നുണ്ട്. അതിന് MP ഫണ്ട് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ അതടക്കം ലഭ്യമാക്കിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികളും തീർച്ചയായും സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വിളക്കുടി മേലില ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർ. വിളകൾ നശിപ്പിക്കുന്നതിനു പുറമെ ഇവ മനുഷ്യർക്ക് ത്വക്ക് രോഗങ്ങളും ചൊറിച്ചിലും ഉണ്ടാക്കുന്നു. ഇതോടെ ജനം തീർത്തും ബുദ്ധിമുട്ടിലായി. വിളക്കുടി മേലില ഗ്രാമപഞ്ചായത്തുകളിലും ഇവയുടെ അതിർത്തി മേഖലയായ കിണറ്റിൻകര, മിച്ചഭൂമി, ചാപ്പാക്കോട്, കുറ്റിക്കോണം എന്നിവിടങ്ങളിലുമാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി കൃഷിവകുപ്പ് പരാജയപ്പെട്ടതല്ലാതെ ഒച്ചുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. 2 വർഷം മുമ്പാണ് മേഖലയിൽ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇവ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടന്നുകയറിയതിനാൽ കർഷകരും പ്രദേശവാസികളും ആശങ്കയിലാണ്. ആരംഭത്തിൽ പറമ്പുകളിൽ മാത്രം കണ്ടിരുന്ന ഇവ പിന്നീട് വീടുകൾക്കുള്ളിലും മതിലുകളിലും സ്ഥാനം പിടിച്ചു തുടങ്ങി. ഇതോടെ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ മഴക്കാലത്താണ് ഒച്ചുകൾ ക്രമാതീതമായി വർദ്ധിച്ചത്. പ്രദേശത്തെ 3/4 ഭാഗം കൃഷിഭൂമിയും ഇവ കീഴടക്കി കഴിഞ്ഞു. മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ കല്ല് മെറ്റില് വാരിട്ടേക്കത്തിലാണ് കിടക്കുന്നത്. തൂത്ത് വാരിയെടുക്കാം. ഒരു മാസം മഴയില്ലല്ലോ, അതുകൊണ്ടായി ഇച്ചിരി മഴ പെയ്യുമ്പോൾ നമുക്ക് കാണാം. ഒരു 5-6 മണി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സുഖമായിരിക്കും. ഒച്ചുകൾ സ്രവിപ്പിക്കുന്ന കൊഴുത്ത ദ്രാവകം ത്വക്ക് രോഗങ്ങൾക്കും ചൊറിച്ചിലിനും കാരണമാകുന്നു. നമ്മുടെ പരിക്കാത്ത വരും, ഈ വിത്തിലൊക്കെ കയറിയിരിക്കും. ഇന്നലെ കണ്ടില്ല, പോഷണം ഉണ്ടെങ്കിൽ കയറിയത് നമ്മളെ വിളിച്ച് കാണിച്ചതാണ്. പോഷണം ഉണ്ടെങ്കിൽ വാഴയുടെ ഉണ്ടെങ്കിൽ വാഴയുടെ ഒന്നും ചെയ്യാൻ പിന്നെ ദിവസം ഇങ്ങനെ കൊല്ലുന്നതിൻ്റെ എല്ലാം ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ ഈ തോട് പൊടിഞ്ഞ കാലം കൊണ്ട വിഷമുണ്ട്, പഴുക്കും. ഭയങ്കര കട്ടിയായതിന്റെ തോട്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നതിനെ ഇതിനെ ഉപ്പ ചെയ്യുന്നത് അതേ ഉള്ളു ഇപ്പോൾ ഇവിടുത്തെ മരുന്ന്. ഇതിന്റെ പിടിച്ചിങ്ങനെ തിരിച്ചിട്ടിട്ട് അതിന്റെ വാങ്ങിച്ചിട്ട് ഉപ്പ് വരും. നമ്മൾ ചെയ്താൽ അത് അവിടെ കിടന്ന് നശിക്കുക. 1 ചാകുമ്പം 10 പിന്നെ ഉണ്ടാവും. വാഴ, ചീനി, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ വിളകളുടെ അന്തകൻ കൂടിയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. ഇഞ്ചിയും വാഴയും ചേനയാണെങ്കിൽ ഒരുപാട് ചേന ഇവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. ചെടി, വാഴ, ചേമ്പ്, ചേന, കാച്ചില്, റബ്ബറിന്റെ ഇല ഒഴിയ ബാക്കി മൊത്തം കൃഷി നശിപ്പിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ കൃഷിയൊന്നും ചെയ്യുന്നില്ലേ? അതുകൊണ്ട് അയ്യൊക്കെ കിടക്കുന്നില്ല, കിളിച്ചുരോ തിന്നുക. ചേന നട്ടിട്ട് കിളിക്കാൻ താമസം മാന്തി വയ്ക്കാൻ പല കുഴിക്കകത്ത് ഇറങ്ങി അതിന്റെ കിളിച്ചൊരു കണ്ണില്ലയോ, അത് തുറന്നടിക്കുക. അപ്പൊ ഞാൻ ഇവിടെ മാന്തി നോക്കി. ഇവിടെ മൃദുവായ എല്ലാ ചെടികളുടെയും ഇലകൾ ആഹാരമാക്കുന്ന ഇവ ക്രമേണ ആ കൃഷി പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ശരീരത്തിലെ ദ്രാവകം പുരണ്ട് ചെടികൾ പൂർണ്ണമായും കരിഞ്ഞ് നശിക്കുകയും ചെയ്യുന്നു. മഴക്കാലത്തിന് മുമ്പ് ഗ്രാമപഞ്ചായത്തുകളും കൃഷിവകുപ്പും സംയുക്തമായി ഒച്ചുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ശരീരത്ത് ഉപ്പ് വിതറിയാൽ ഒച്ചുകൾ വേഗം നശിക്കും. കാബേജ് ഇലകൾ വിതറി ഇവയെ ആകർഷിച്ച് കൂട്ടത്തോടെ നശിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ പകൽ സമയങ്ങളിൽ അഴുകിയ അവശിഷ്ടങ്ങൾക്കിടയിലും കരിയിലകൾക്കിടയിലും മറഞ്ഞിരിക്കുന്ന ഒച്ചുകൾ രാത്രികാലങ്ങളിലാണ് പുറത്തിറങ്ങുന്നത്. ഇത് നശീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് ഈ കിഴക്കൻ മേഖലയിലെ ഏതോ ഒരു വീട്ടിൽ ഈ പരവൂരിന്ന് കൊണ്ടുവന്നൊരു മണലിലാണ് ഇത്. മണൽ കൊണ്ടുവന്നപ്പോൾ അതിലാണ് ഇത് ഉണ്ടായിരുന്നതാണ് ആൾക്കാർ പറയുന്നത്. കഴിഞ്ഞ വർഷം കിണറ്റിങ്കര, ഈ ചാപ്പാക്കോട്, കുറ്റിക്കോണം ഭാഗങ്ങളിൽ വളരെയധികം ഒച്ചിന്റെ ശല്യമുണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് അധികൃതർ വന്ന് ഇതിന് ഉപ്പ് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് ഒരു 3-4 ചാക്ക് ഉപ്പ് എല്ലാ വീട്ടിലും എത്തിക്കത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തിരുന്നു. ഈ തവണയും ഈ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ കൃഷിവകുപ്പിലെ കൃഷി അസിസ്റ്റന്റുമാർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരും ഇവിടെ വന്ന് അന്വേഷിക്കുകയും കഴിഞ്ഞ ആഴ്ച ഈ ആത്മ പ്രോജക്ട് ഡയറക്ടർ ജയന്തി ദേവിയും അതുപോലെ തന്നെ ബ്ലോക്കിലെ എലിൻ ആന്റണി എൻ്റെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അവരിവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ഇതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ഇത് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാമെന്ന് ഇന്നലെ കമ്മിറ്റി ഇവിടെ തീരുമാനിച്ചു.
കൂടുതൽ ശാസ്ത്രീയമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ കാർഷിക സർവകലാശാലയുടെ സഹായം തേടാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ തുരത്താൻ അടിയന്തരമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പട്ടാഴി തെക്കേത്തേരിയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം കൈമാറി. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പട്ടാഴി തെക്കേത്തേരിയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായധനം കൈമാറി. മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും അടിയന്തര സഹായം പോലും നൽകാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ ബിജെപി സിപിഎം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എംഎൽഎ കെ പി ഗണേഷ് കുമാർ സഹായധനം വിതരണം ചെയ്തു. ഡിസംബർ 29-നാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. അപകടത്തിൽ പടക്ക നിർമ്മാണശാല ഉടമയുടെ ഭാര്യ ശൈലജ, തമിഴ്നാട് സ്വദേശി പരമശിവം എന്നിവരാണ് ആദ്യം മരണപ്പെട്ടത്. പരിക്കേറ്റ 4 പേരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇവിടെ ചികിത്സയിലിരിക്കെ തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ പൊന്നുസ്വാമി, മണിരാജ് എന്നിവരും മരിച്ചു. അതേസമയം ദുരന്തത്തിൽ 4 പേർ മരണപ്പെട്ടെങ്കിലും 2 പേർക്ക് മാത്രമാണ് 1 ലക്ഷം രൂപ വീതം നൽകിയത്. മറ്റുള്ളവർക്ക് 50,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. മരണമടഞ്ഞവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തി കൂടുതൽ സഹായം നേടിയെടുക്കുമെന്ന് എംഎൽഎ കെ പി ഗണേഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇവർക്ക് 2 ലക്ഷം രൂപ വെച്ചെങ്കിലും 3 ലക്ഷം രൂപ വെച്ച് കൊടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് പട്ടാഴിയിൽ ദുരന്തം സംഭവിച്ചത്. അന്ന് എല്ലാവർക്കും 3 ലക്ഷം രൂപ വെച്ച് മരിച്ചവർ കൊടുത്തു. അതേ മാനദണ്ഡത്തിൽ ഇവർക്ക് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. നഷ്ടപ്പെട്ട വീടുകൾക്കുള്ള നഷ്ടപരിഹാരവും ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം കൊണ്ടാണോന്ന് അറിയില്ല. ഏതായാലും 2 ലക്ഷം രൂപ തരാം എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നു. 1 ലക്ഷം രൂപയാണ് കൊടുത്തവർക്ക്. ബാക്കി 50,000 വെച്ച് കൊടുത്തവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി നേരിൽ കണ്ട് കാര്യം ശ്രദ്ധയിൽപ്പെടുത്തും. പത്തനാപുരം തഹസീൽദാർ ഡി രാജന്റെ സാന്നിധ്യത്തിലാണ് സഹായനിധി കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുഴവിയോട് ആദിവാസി കോളനിയിൽ പട്ടികവർഗ വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെടുതിപ്പാറ പാലം നാടിനെ സമർപ്പിച്ചു. മന്ത്രി പി കെ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പാലവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ ടാറിംഗിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കടമാൻകോട് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാൻ 25 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. ബഹുമാന്യ എംഎൽഎയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ റോഡിനെ, ഈ പാലവുമായി ബന്ധിക്കുന്ന റോഡിന് അതിനാവശ്യമായ ഫണ്ട് വളരെ പെട്ടെന്ന് തന്നെ നൽകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ഹാളും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് 25 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പുന്നൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനായ ചടങ്ങിൽ കൊല്ലം എംപി എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ, എസ് സി സഞ്ജയ് ഖാൻ, ജെസ്സി ഫിലിപ്പ്, കെ കെ സാബു, സാബു എബ്രഹാം, സിസിലി ജോബ്, പി ആർ സന്തോഷ് കുമാർ, ബി രാജീവ്, കുളത്തുപ്പുഴ സലീം, പി ജെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു. 2003-2004 നിർമ്മാണം ആരംഭിച്ച കെടുതിപ്പാറ പാലത്തിന്റെ നിർമ്മാണം തുടക്കത്തിൽ തന്നെ നിലച്ചിരുന്നു. പിന്നീട് ഒട്ടേറെ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം നിലവിലെ വാർഡ് മെമ്പർ പി ആർ സന്തോഷ് കുമാറിന്റെ ഇടപെടലാണ് 10 വർഷത്തിന് ശേഷം പാലം നിർമ്മാണം പൂർത്തീകരിക്കാൻ വഴിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ ഭാഗമായി ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് ഇടവിള കിറ്റുകൾ വിതരണം ചെയ്തു. ചിതറ കൃഷിഭവനിൽ നടന്ന കിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമുക്കാവശ്യമായ പച്ചക്കറി, ഭക്ഷ്യസാധനങ്ങൾ മായമില്ലാതെ നമ്മൾ ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കാലഘട്ടത്തിൽ എല്ലാവരും അസുഖക്കാരാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ചേന, ചേമ്പ്, മഞ്ഞൾ എന്നിവ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. കൃഷി ഓഫീസർ എൻ ഭാസ്കരപിള്ള അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുല്ലശ്ശേരി നജീം, തലവരം പൻസർ, മടത്തറ അനിൽ, കൊല്ലം കസ്തൂർബ ഗാന്ധി വിമൻസ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോജക്ട് അസിസ്റ്റന്റ് എസ് അരുൺകുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മോഹനചന്ദ്രൻ നായർ എന്നിവർ പങ്കെടുത്തു. 300 ഗുണഭോക്താക്കൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള പനച്ചവിളയിലെ ഫാക്ടറിയിൽ തൊഴിലാളികൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. കുടിശ്ശിക, ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ജൂൺ 10-നകം നൽകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിച്ചത്. തൊഴിലാളികൾക്ക് കുടിശ്ശിക ബോണസ് കൊടുത്തു തീർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പനച്ചവിള കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ വ്യാഴാഴ്ച പണിമുടക്ക് നടത്തിയത്. മെയ് മാസത്തിന് മുൻപായി കുടിശ്ശിക പണം നൽകുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഇത് പാലിക്കാതെ വന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ സമരത്തിലേക്ക് നീങ്ങിയത്. കുടിശ്ശിക പണം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും കഴിയുന്നില്ലെന്ന് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കോർപ്പറേഷന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മാനേജറുമായി തൊഴിലാളി നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ജൂൺ 10-നകം തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും നൽകാം എന്ന ധാരണയായതോടെയാണ്
സമരം അവസാനിപ്പിച്ചതെന്ന് CITU നേതാവ് P. അനിൽകുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. കോർപ്പറേഷൻ അധികാരികൾ ജൂൺ അവസാനം മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ വൈകുന്നേരം 5 മണി ആയപ്പോഴും തൊഴിലാളികൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസിൽ നിന്നും ചർച്ചയ്ക്ക് വന്ന ശ്രീ ഗോപനെ തടഞ്ഞു വെക്കുന്ന നില ഉണ്ടായപ്പോഴുമാണ് മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ട നിർദ്ദേശം നൽകുകയും തുടർന്നാണ് ജൂൺ 10-ാം തീയതി ഈ ആനുകൂല്യങ്ങൾ നൽകാമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മുത്തൂറ്റ് ഫിനാൻസ് നിലമേൽ ശാഖയുടെയും പുനലൂർ ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിക്കുന്നു. ജൂൺ 1 ഞായറാഴ്ച മുത്തൂറ്റ് ഫിനാൻസിന്റെ നിലമേൽ ഓഫീസിലാണ് ക്യാമ്പ്. പ്രമേഹ രോഗികൾക്കുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി പരിശോധനയും നടക്കും. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ഡോക്ടർമാരായ B. ശങ്കർ, K. സുബൈർ, അഹമ്മദ് ഹാജി എന്നിവരാണ് ക്യാമ്പ് നയിക്കുന്നത്. നേത്രസംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവർ ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മുത്തൂറ്റ് ബ്രാഞ്ച് മാനേജർ N. രവീന്ദ്രൻപിള്ള പറഞ്ഞു. അപ്പോൾ ഈ ക്യാമ്പിൽ വെച്ച് പരിശോധനയും അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ആശുപത്രിയുടെ വകയായിട്ടുള്ള വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സർജറി നടത്തി കൊടുക്കുന്നതാണ്. പിന്നെ കണ്ണട ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്ക് ആശുപത്രിയിൽ നിന്ന് കണ്ണട ലഭ്യമാക്കുന്നതാണ്. ഈ അവസരം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അധ്യയന വർഷാരംഭത്തിൽ ഉമ്മന്നൂർ ഗവൺമെന്റ് LPSന് ഉമ്മന്നൂർ പഞ്ചായത്ത് വക 5 ലക്ഷം രൂപയുടെ വികസനം. സ്കൂളിന് ആവശ്യമായ ഫർണിച്ചറുകളും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും പഞ്ചായത്ത് സമ്മാനിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മിനി ദിലീപ് ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പഠനോപകരണ വിതരണത്തിനായി ചെലവഴിച്ചത്. അടുത്ത അധ്യയന വർഷം കൂടുതൽ ഫണ്ട് സ്വരൂപിക്കുകയും കൂടുതൽ കുട്ടികൾക്ക് സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുമെന്ന് പത്മിനി ദിലീപ് പറഞ്ഞു. 10 ലക്ഷം രൂപയായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. നമ്മൾ ഈ രക്ഷാകർത്താക്കളോടൊക്കെ പറഞ്ഞ് പഠനോപകരണത്തിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ്, സ്കൂളിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ SCയുടെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു തരണമെന്ന് പറഞ്ഞ് ഒരുപാട് രക്ഷകർത്താക്കൾ നമ്മൾ പദ്ധതി വെച്ച് കഴിഞ്ഞാൽ തന്നെ അവരോട് സർട്ടിഫിക്കറ്റ് മേടിച്ചു തരാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കുറെ സമയം ഞങ്ങൾ അവരോടെല്ലാം പറയുകയും അവർ മേടിച്ചു തരാതിരിക്കുകയും പറ്റാത്ത സാഹചര്യത്തിൽ 5 ലക്ഷം രൂപ നമ്മൾ ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അടുത്ത വർഷത്തേക്കും കൂടി നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ രക്ഷകർത്താക്കൾ ഇപ്പോഴേ മുൻകൈ എടുത്ത് നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ള ഒരു മനസ്സ് രക്ഷകർത്താക്കൾ കാണിക്കണം. അങ്ങനെ ആയിരുന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV അലക്സാണ്ടർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഉഷ, സ്കൂൾ പ്രഥമാധ്യാപിക ശ്യാമള S, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VJ സതി, AK മനോഹരൻ, K. വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ മേഖലയിലെ വൃക്ക രോഗികൾക്ക് ആശ്വാസമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് നാടിന് സമർപ്പിച്ചു. തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന MP NK പ്രേമചന്ദ്രൻ. പുനരുദ്ധാരണത്തിന് ശേഷം പാലം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി വന്നാൽ MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നും പ്രേമചന്ദ്രൻ. ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയാവും തന്റെ പ്രാദേശിക വികസന ഫണ്ടിന്റെ വിനിയോഗമെന്ന് NK പ്രേമചന്ദ്രൻ. വികസനത്തിൽ രാഷ്ട്രീയ സങ്കുചിതത്വം വേണ്ടെന്നും പ്രേമചന്ദ്രൻ. ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടി വിളക്കുടി മേലില ഗ്രാമപഞ്ചായത്തുകൾ. പ്രതിരോധ നടപടികൾക്കായി കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തുകളും നെട്ടോട്ടമോടുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള പനച്ചവിളയിലെ ഫാക്ടറിയിൽ തൊഴിലാളികൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. കുടിശ്ശിക ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ജൂൺ 10-നകം നൽകാൻ ധാരണ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.